യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷകളിലേക്ക് പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദൈവം നല്ലവനാണ്. നമ്മുടെ ദൈവം കാരുണ്യവാനാണ്. ജാതിയോ മതമോ നിറമോ നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പിലാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 30:17 ഇപ്രകാരം പറയുന്നു: ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ വെച്ചുകെട്ടും. ആരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും ആരോഗ്യം നൽകും. നിന്റെ മുറിവുകളെല്ലാം വെച്ചുകെട്ടും. നിന്റെ മനസ്സിനേറ്റ മുറിവുകൾ, ഓർമ്മകളിലെ മുറിവുകൾ, നീ ഏതൊക്കെ മേഖലകളിൽ മുറിവ് ഏറ്റുവാങ്ങിയിട്ടുണ്ടോ, തിരസ്കരണത്തിൻ്റെ, നൊമ്പരങ്ങളുടെ, തകർച്ചകളുടെ എല്ലാ മേഖലകളിലും നീ ഏറ്റുവാങ്ങിയ മുറിവുകൾ, പരാജയത്തിൻ്റെ മുറിവുകൾ, ഒറ്റപ്പെടലിൻ്റെ മുറിവുകൾ, എല്ലാ മുറിവുകളും കർത്താവ് വെച്ച് കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ മുറിവിനോട് ചേർത്ത് നമ്മുടെ മുറിവുകളെ നമുക്ക് സമർപ്പിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 19, 20, 21 തിരുവചനങ്ങൾ. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. സാധാരണ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, മനുഷ്യൻ അധ്വാനിക്കുന്നത് ഭൂമിയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. പണമുള്ളവർ കൂടുതൽ പണമുണ്ടാക്കാൻ വേണ്ടി പല വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. പണമില്ലാത്തവർ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കുന്ന നമ്മൾ ഇതെല്ലാം വിട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടവരാണ്. അത് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നവനാണ് ബുദ്ധിമാൻ.
ഭൂമിയിലെ നിക്ഷേപം നിനക്ക് എപ്പോൾ വേണമെങ്കിലും നഷ്ടമാവും. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിൽ നടന്ന വെള്ളപ്പൊക്കം, മഹാപ്രളയം. എത്രായിരം വീടുകൾ നശിച്ചു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ വസ്തുക്കളും നശിച്ചു. നമ്മുടെ ടീമിലുള്ള 5ഓളം പേര് കുട്ടനാടൻ ദേശത്തുള്ളവരാണ്. അവരുടെ എല്ലാവരുടെ വീടുകൾ മൂടി വെള്ളം കയറി. അവരുടെ ഫർണിച്ചറുകൾ, ഭവനത്തുണ്ടായിരുന്നത് മുഴുവൻ നഷ്ടപ്പെട്ടു. ഒന്നും എടുക്കാൻ സാധിച്ചില്ല, മുഴുവൻ തീർന്നുപോയി. അവൾ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു. ഭൗതികമായിട്ട് നേടിയത് മുഴുവൻ പോയി. ചിലരുടെ വീടൊക്കെ കുതിർന്ന് ഇടിഞ്ഞുപോയി. ഈ ഭൂമിയിൽ നേടുന്നത് എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാം. ഈ ഭൂമിയിൽ ഞങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കരുത്. അത് ചെതലെടുക്കും, തുരുമ്പെടുക്കും, അവയൊക്കെ നശിക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഓർമ്മപ്പെടുത്തൽ ആര് ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അവർ ബുദ്ധിമാന്മാരാണ്. സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുക. സ്വർഗത്തിലെ നിക്ഷേപം അതവിടെ എന്നും ഉണ്ടായിരിക്കും. അത് കള്ളന്മാർ മോഷ്ടിക്കത്തില്ല. അത് സ്വർഗത്തിലെ നിക്ഷേപം, അത് ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ ചെയ്ത സത്പ്രവൃത്തികളുടെയും നന്മയുടെയും ഭാഗമാണ് ആ നിക്ഷേപം എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരിയേറെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന വലിയ വിശുദ്ധാത്മാക്കളിൽ ചില വ്യക്തികൾ ജീവിതത്തിൽ ഉള്ളത് മുഴുവൻ ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചവരാ. രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാൻ, അദ്ദേഹം സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയ ഒരു പട്ടു വ്യവസായിയായിരുന്നു. സമ്പന്നമായ കുടുംബം, അസീസിലെ ഉയർന്ന കുടുംബം, ഉന്നത കുലജാതൻ, സമ്പത്തും എല്ലാമുണ്ട്. സമൂഹം മുഴുവൻ മാനിച്ചിരുന്ന ഉന്നതമായ കുലീനമായ ഒരു കുടുംബമായിരുന്നു ഫ്രാൻസിസ് അസീസിയുടെ കുടുംബം. അദ്ദേഹത്തിൻ്റെ പിതാവിന് സമ്പത്തുണ്ടായിരുന്നു. ഫ്രാൻസിസിൻ്റെ യൗവനത്തിൻ്റെ നാളിൽ വരെ പിതാവിൻ്റെ സമ്പത്ത് ദൂർത്തടിച്ച് ഒരു ലോകത്തിൻ്റെ മനുഷ്യനായി ഒരു സാധാരണ ചെറുപ്പക്കാരൻ ജീവിക്കുന്നത് പോലെ തിന്മകളിലും ലോകത്തിൻ്റെ മോഹങ്ങളിലുമൊക്കെ അദ്ദേഹം ജീവിച്ചു. അവസാനം ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരികയാണ്. ആ മടങ്ങിവരവിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നു, തനിക്കുള്ള സമ്പത്ത് മുഴുവൻ അദ്ദേഹം ഉപേക്ഷിച്ചു. ഉടുവസ്ത്രം ഉരിഞ്ഞ് പിതാവിൻ്റെ കയ്യിൽ കൊടുത്തു, സ്വന്തം അപ്പൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാരണം ആ ഉടുവസ്ത്രം പോലും പിതാവിൻ്റെ തുണിക്കടയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആ ഉടുവസ്ത്രം പോലും പിതാവിൻ്റെ കയ്യിൽ, ജന്മം നൽകിയ അപ്പൻ്റെ കയ്യിൽ ഊരിക്കൊടുത്തിട്ട് ഒന്നുമില്ലാത്തവനായിട്ട് ഫ്രാൻസിസ് ഇറങ്ങുകയാ, വിവസ്ത്രനായിട്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നു, ആ സമയം ബിഷപ്പ് തൻ്റെ മേലങ്കി കൊണ്ട് അദ്ദേഹത്തെ പുതപ്പിച്ചു വന്ന്. ശരിക്കും അത് സഭ പുതപ്പിച്ച പുതപ്പ, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ പുതപ്പായിരുന്നു. വളരെ വളരെ ചെറുപ്രായത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തു അനുഭവിച്ച സഹനങ്ങൾ ഹൃദയത്തിൽ ആഴത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം തൻ്റെ വിശുദ്ധ ജീവിതം ആരംഭിച്ചു. ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും വിട്ടു, സമ്പത്തെല്ലാം ഉപേക്ഷിച്ചു. സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങി. കഠിനമായ തണുപ്പില് വഴിയോരങ്ങളിലും കടത്തുണ്ണകളിൽ കിടന്നുറങ്ങി. പിന്നീട് ധാരാളം പേര് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറി. യേശു തൻ്റെ പഞ്ചക്ഷതങ്ങള് ഫ്രാൻസിസിന് കൊടുത്തു. 5 തിരുമുറിവുകള്
അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പതിയുക. പ്രാർത്ഥന നിമിഷങ്ങളിൽ ആ മുറിവുകൾ പതിഞ്ഞു. ആ മുറിവ് മരിക്കുവോളം ആ മുറിവിൻ്റെ വേദനകൾ ഏറ്റുവാങ്ങി സഹിച്ചുകൊണ്ട് ഫ്രാൻസിസ് ഈ ലോകത്തിൽ ജീവിച്ചത്. ഇതുപോലെ വിശുദ്ധിയിൽ ജീവിച്ച, തന്നെ തന്നെ പരിത്യജിച്ച് ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് പിന്നാലെ പോകാതെ, ലോക സുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ, ഭക്ഷണത്തിന് വേണ്ടി ആ വലിയ വിശുദ്ധൻ ഭിക്ഷയാചിച്ചു. ജീവിതത്തിൽ ഒന്നും നേടിയില്ല. നേടിയത് മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെയായിരുന്നു. അനേകം യുവാക്കന്മാർ അദ്ദേഹത്തോട് കൂടെ ചേർന്നു. ലോക സുഖങ്ങളെ ത്യജിച്ചുകൊണ്ട് ക്രിസ്തു നടന്ന വഴിയിലൂടെ, സഹനത്തിൻ്റെ വഴിയിലൂടെ, കുരിശിൻ്റെ വഴിയിലൂടെ ഫ്രാൻസിസ് നടന്നു നീങ്ങുകയാണ്. ഉന്നത കുലജാതൻ, സമ്പന്നൻ എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി. അദ്ദേഹത്തിന് വലിയൊരു ആത്മീയ തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് കൊടുത്തു. സമ്പത്ത് സൂക്ഷിച്ചു വെക്കേണ്ടത് സ്വർഗത്തിലാണ്. അദ്ദേഹം സ്വർഗത്തിൽ സമ്പാദിക്കുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടു. ഒരു അൽമായനായിട്ട് ജീവിച്ചു. വിവാഹം കഴിക്കാതെ ഏകസ്ഥനായി അദ്ദേഹം ജീവിച്ച് വലിയ വിശുദ്ധനായിട്ട് മാറുകയാണ്. രണ്ടാം ക്രിസ്തുവെന്ന അപരനാമത്തിൽ ആ വലിയ വിശുദ്ധൻ എന്നറിയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അനേകായിരങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടായിട്ടുണ്ട്. ഫ്രാൻസിസ് സ്ഥാപിച്ച സഭ പിന്നീട് വളർന്നു. ലോകം മുഴുവൻ ആ സഭ വളർന്നു പന്തലിച്ചു. അദ്ദേഹത്തിൻ്റെ മാതൃകയിൽ ജീവിച്ച് അനേക ആയിരങ്ങൾ വിശുദ്ധരായിട്ട് മാറിയിട്ടുണ്ട്. 3000-ലധികം പേര് ആ സഭയിലുള്ള വിശുദ്ധരായി എന്ന് ചരിത്രം പറയുന്നു. നോക്കുക, ജീവിതത്തിൽ എല്ലാം പരിത്യജിച്ചു. അങ്ങനെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിയ വലിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി. ഈ കാലഘട്ടത്തിൽ തിന്മ വ്യാപിച്ചിരിക്കുന്ന, സമൂഹത്തിൽ പുഴുക്കുത്തു നിറഞ്ഞ, ആധ്യാത്മികതയിൽ പുഴുക്കുത്തു വീണ ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരിയേറെ തിന്മയിലൂടെ മനുഷ്യൻ കടന്നു പോകുക. ഈ ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസിൻ്റെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. ഇനി സഭ ഉണരണമെങ്കിൽ, സഭ പുതുജീവൻ പ്രാപിക്കണമെങ്കിൽ, ഒരു പുതുയുഗം പിറക്കണമെങ്കിൽ ഫ്രാൻസിസിനെ പോലെ ആരെങ്കിലുമൊക്കെ ഇറങ്ങിത്തിരിക്കേണ്ടിയിരിക്കുന്നു. പഞ്ചക്ഷതധാരികൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവുകൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി സ്വയം പരിത്യജിച്ച് ആരെങ്കിലുമൊക്കെ ഇറങ്ങാതെ ഈ ധാർമ്മിക അധപ്പതനത്തിൽ നിന്ന്, ആത്മീയ അപജയത്തിൽ നിന്ന് നമുക്ക് ഒരു മോചനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഫ്രാൻസിസിൻ്റെ ആ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ആത്മീയ ജീവിതം നയിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിതപാത പിന്തുടർന്ന് ആയിരങ്ങൾ വിശുദ്ധരായിട്ട് മാറി. ഈ കാലഘട്ടത്തിലും ആ വിശുദ്ധൻ്റെ ജീവിതം മനസ്സിലാക്കി അതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ഫ്രാൻസിസ് അസീസിമാരെയാ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസിൻ്റെ മേൽ പകരപ്പെട്ട ആ ഒരു അഭിഷേകം, ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കാനായിട്ട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ലൂക്കാ സുവിശേഷം 6-ാം അധ്യായത്തിൽ 24 മുതൽ 26 വരെ വചനങ്ങൾ. എന്നാൽ സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം
നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. സമ്പന്നർക്ക് ആശ്വാസം ലഭിച്ചു കഴിഞ്ഞു ഇവിടെ വെച്ച് തന്നെ. കാരണം അവിടെ സമ്പത്തിൽ അവർ ആശ്രയിക്കുന്നു. സമ്പത്ത് കൊണ്ട് സുഖലോലുപതയിൽ ആഡംബരത്തിലും ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് അവർ ജീവിക്കുന്നു. ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളിലൂടെയും സമ്പന്നന്മാർ ജീവിച്ച് കടന്നു പോവുകയാണ്. നിങ്ങൾക്ക് ആശ്വാസം ഇവിടെ വെച്ച് തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കുന്ന സമയം വരുന്നു. ഇന്ന് പലർക്കും തൃപ്തിയില്ല. എല്ലാ ആഹാരവും കഴിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവർ, സംതൃപ്തിയുണ്ട്. നല്ല വീടുണ്ട്, ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ട്, മക്കൾക്ക് ഉന്നതമായ ജോലിയുണ്ട്, എല്ലാ മക്കളും വിദേശത്ത് ജോലി ചെയ്യുന്നു, നല്ല ഭവനമുണ്ട്, നല്ല സംതൃപ്തിയിൽ കഴിയുകയാണ്. കർത്താവ് പറയാ, നിങ്ങൾക്ക് വിശക്കുന്ന സമയം വരുന്നു, വിശക്കുന്ന സമയം വരുന്നു. പലർക്കും ഇന്ന് ഷുഗറാണ്, പ്രഷറാണ്, കൊളസ്ട്രോള്, എല്ലാ രോഗങ്ങളുണ്ട്. സംതൃപ്തരായി കഴിയുന്ന പലർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കടന്നു പോകുന്നവരുണ്ട്. നിങ്ങൾക്ക് വിശക്കുന്ന സമയം വരുന്നു. ഈ സംതൃപ്തി അവസാനിക്കും. ദൈവത്തിനു വേണ്ടി വിശക്കുന്ന ഒരു സമയം നിനക്ക് വരുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി വിശക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ദൈവ സ്നേഹത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടി വിശക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ആരോരുമില്ലാത്ത അവസ്ഥ നിന്റെ ജീവിതത്തിൽ കടന്നു വരും. മക്കളൊക്കെ വിദേശത്ത് രോഗാവസ്ഥയിൽ ഇവിടെ കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ഒരുപക്ഷെ വേലക്കാരുണ്ടെങ്കിൽ ഉണ്ട്. ആശുപത്രിയിൽ കിടക്കുമ്പോൾ നേഴ്സുമാർ നോക്കിയാൽ മതി. മറ്റാരും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെടുകയും സംതൃപ്തി നഷ്ടപ്പെട്ട് നിരാശയോടെ ഈ ഭൂമിയിൽ നിന്നൊരു പക്ഷേ നിനക്ക് വിടവാങ്ങേണ്ടി വരാം. അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എത്രയോ പേര് കടന്നു പോയിരിക്കുന്നു. ജന്മം നൽകി വളർത്തിയ മക്കള് മാതാപിതാക്കളെ പരിഗണിക്കാതെ, തിരിഞ്ഞു നോക്കാതെ ഇരുന്ന എത്രയെത്ര സംഭവങ്ങൾ. വഴിയോരങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കന്മാർ, വൃദ്ധമന്ദിരങ്ങളിൽ കണ്ണുനീരോടെ കഴിയുന്ന മാതാപിതാക്കന്മാർ, സംതൃപ്തിയിലൊക്കെ ഒരിക്കൽ കഴിഞ്ഞതാ, ഇന്ന് എല്ലാം നഷ്ടപ്പെട്ടു. സ്നേഹത്തിനു വേണ്ടി ദാഹം, കരുതലിന് വേണ്ടി ദാഹം, മക്കളുടെ ഒരു നല്ല വാക്ക് കേൾക്കാൻ വേണ്ടി ദാഹിക്കുന്ന എത്രയോ മാതാപിതാക്കന്മാർ ഇന്നുണ്ട്. ഇപ്പോൾ ദുഃഖിച്ചു കരയുന്നവർ, അവർ ചിരിക്കുന്ന ഒരു സമയം വരും. ലൂക്കാ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ചു കളയും. ഇപ്പോൾ ചിരിക്കുന്നവർ, നിങ്ങൾക്ക് ദുഃഖിച്ചു കരയേണ്ട ഒരു സമയമുണ്ടാകുമെന്ന വചനം പറയുന്നത്. എന്തിനാണ് ചിരിക്കുന്നത്? ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ആനന്ദത്തിൽ ആറാടുന്നവർ, ജഡത്തിൻ്റെ സുഖമോഹങ്ങളിലൊക്കെ മുഴുകിക്കഴിയുന്നവർ, ലോകത്തിൻ്റെ സന്തോഷമൊക്കെ അനുഭവിച്ചു ജീവിക്കുന്നവർ, അങ്ങനെയൊക്കെ ജീവിക്കുന്നവർ ഓർക്കുക, കരയേണ്ട ഒരു സമയം വരും. ദുഃഖിച്ചു നീ കരയുന്നൊരു സമയം വരും. മനുഷ്യരെല്ലാം ഞങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. മനുഷ്യര് നിങ്ങളെ പ്രശംസിച്ച് പറയും. കാരണം എന്താ? നിങ്ങൾ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു. നിങ്ങൾ സഹായിക്കുന്നുവെങ്കിൽ 10 പേർ അറിഞ്ഞാൽ സഹായിക്കുന്നു. എന്തിനാണ്? ഈ ലോകത്തുള്ളവർ തങ്ങളെ മാനിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ ലോകം തരുന്ന പ്രശംസ അത് നമ്മൾ പിടിച്ചു പറ്റാൻ ശ്രമിക്കരുത്. ഈ ലോകത്തിൻ്റെ പ്രശംസ, മുഖസ്തുതി നമുക്ക് വേണ്ട. അത് നമ്മളെ തകർക്കുന്നതാണ്. വചനം പഠിപ്പിക്കുന്നു, മനുഷ്യരെല്ലാം ഞങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്യുന്നു. മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കും, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നല്ലതാണെന്നൊക്കെ പറയും. പക്ഷേ പ്രശംസയിലും മുഖസ്തുതിയിലും ഒരിക്കലും നിങ്ങൾ വീണു പോകരുത്. നിങ്ങൾ ഒരു നന്മ ചെയ്യുന്നുവെങ്കിൽ, ഒരു പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ അത് ദൈവമഹത്വത്തിന് വേണ്ടി മാത്രം ചെയ്യുക.
ലോകത്തിൻ്റെ പ്രശംസയ്ക്ക് വേണ്ടി ഒന്നും നമ്മൾ ചെയ്യുവാനായിട്ട് പാടില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. 5-ാം അധ്യായത്തിലെ സഭാപ്രസംഗി 5-ാം അധ്യായം 10-ാമത്തെ വചനം. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. അമിത സമ്പാദ്യം ധനികന്റെ ഉറക്കം കെടുത്തുന്നു. ദ്രവ്യം ആഗ്രഹിക്കുന്നവൻ, പണം ആഗ്രഹിക്കുന്നവൻ അതുകൊണ്ട് ഒരിക്കലും തൃപ്തനാവത്തില്ല. അമിതമായിട്ടുള്ള പണം സമ്പാദനം നമ്മുടെ ഉറക്കം കെടുത്തുന്നു, ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നു. സഭാപ്രസംഗി 5-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ നഗ്നനായി തന്നെ അവൻ പോകും. നീ ഇവിടെ എത്ര സമ്പാദിച്ചാലും എത്ര നേടിയാലും നീ ഒന്നുമില്ലാതെ ഇവിടെ നിന്ന് തിരിച്ചു പോകും. അവൻ്റെ പ്രയത്നഫലത്തിലൊന്നും അവൻ കൊണ്ടുപോകത്തില്ല, അതും വലിയ തിന്മയാണ്. അവൻ വന്നതുപോലെ തന്നെ പോകും. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നുമില്ലാത്തവനായിട്ട് നീ പിറന്നുവെങ്കിൽ അവസാനം ഒന്നുമില്ലാത്തവനായിട്ട് തന്നെ നീ മടങ്ങും. സമ്പാദിച്ചത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടിട്ട് നീ പോകും. വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളി നീക്കി ജീവിതം കൊണ്ട് അവന് എന്ത് പ്രയോജനം? എന്താ പ്രയോജനം? അസംതൃപ്തിയിലുള്ള ജീവിതം, സന്തോഷമില്ല, നേട്ടങ്ങൾക്ക് പിന്നാലെ പരക്കം പാഞ്ഞു, ദൈവത്തെ മറന്നു ജീവിച്ചു. ഒന്നുമില്ലാത്തവനായി ഈ ഭൂമിയിൽ നിന്ന് നീ മടങ്ങേണ്ടി വരികയാണ്. ഇത് വളരെ സങ്കടമാണ്. സഭാപ്രസംഗി 5-ാം അധ്യായത്തിൻ്റെ 19. സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവ് നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ ഈ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. സമ്പത്ത് ദൈവം നമുക്ക് ദാനമായിട്ട് നൽകുന്നതാണ്. സമൃദ്ധി ദാനമായിട്ട് നൽകുന്നതാണ്. കഴിവുകൾ ദാനമായിട്ട് നൽകുന്നതാണ്. അപ്പോൾ ഈ സമ്പത്ത് ദൂർത്തടിക്കാനുള്ളതല്ല, സമ്പത്ത് നമുക്ക് അഹങ്കരിക്കാനുള്ളതല്ല. സമ്പത്ത് നമ്മൾ പങ്കുവയ്ക്കണം. ദരിദ്രർക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഒക്കെ പങ്കുവയ്ക്കണം. അപ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് സ്വർഗത്തിൽ സമ്പത്ത് സമ്പാദിക്കാം, സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം കൂട്ടിവെക്കാം. ഈ ലോകവും ഈ ലോകത്തിൻ്റെ മോഹങ്ങളും കടന്നു പോകും. നമുക്ക് നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടുവാൻ പ്രയത്നിക്കാം. നമുക്ക് അറിയാം, ഭാരതത്തിലേക്ക് വന്ന ഫ്രാൻസിസ് സേവ്യർ എന്ന ആ വലിയ വിശുദ്ധൻ, അദ്ദേഹം വലിയ വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നു. ഉന്നതമായ കുടുംബത്തിൽ ജനിച്ച വ്യക്തി, വലിയ സമ്പത്തുള്ള കുടുംബത്തിലെ വ്യക്തിയായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ചാണ് അദ്ദേഹം കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ഭാരതത്തിൻ്റെ 2ാമത്തെ അപ്പസ്തോലൻ എന്നാണ് അദ്ദേഹം വിളിക്കപ്പെടുന്നത്. ഫ്രാൻസിസ് സേവ്യർ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് സുവിശേഷം പ്രസംഗിച്ച് കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തു. നമുക്കും കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് അനുതപിക്കാം, കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാം. ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്താം. ഈ കാലഘട്ടത്തിൽ അനേകം ഫ്രാൻസിസ് അസീസിമാരും അനേകം ഫ്രാൻസിസ് സേവ്യർമാരും കടന്നു വരേണ്ടിയിരിക്കുന്നു. അനേകം വിൻസെൻ്റ് പോൾമാരും അനേകം വിശുദ്ധാത്മാക്കൾ ഈ കാലഘട്ടത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ട് ഉയർന്നു വരണം. ഈ കടന്നു പോകുന്ന ആത്മീയ അപചയത്തിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഒരുങ്ങാം, ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാം. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വലത്തെ ചെവിക്ക് കേൾവി ശക്തിയില്ല. അത് മാത്രമല്ല, ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു ഒരിക്കലും കേൾവി കിട്ടത്തില്ല ഈ ചെവിക്ക്. കാരണം ചെവിക്കകത്തെ ഞരമ്പുകളെല്ലാം ഡെഡായിപ്പോയി, ഡാമേജ് ആയിപ്പോയി. അത് കാരണം ഒരിക്കലും ഈ വലത്തെ ചെവിക്ക് ഇനി കേൾവി കിട്ടത്തില്ലെന്ന് പറഞ്ഞ്. എത്ര വർഷമായിട്ട് കേൾവി പോയത്? 2.5 വർഷം. 2.5 വർഷമായിട്ട് കേൾവി നഷ്ടപ്പെട്ടതാണ്. ഈ മകന് വേണ്ടി ജസ്റ്റ് ഒന്ന് തൊട്ടു, ഒന്ന് തട്ടി പ്രാർത്ഥിച്ചു. അന്നേരം ഈ വലത്തെ ചെവി കർത്താവ് തുറന്നു. ഹല്ലേലൂയ. എൻ്റെ പേര് ജെയിംസ്. ഞാൻ കഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള കൂവപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. 2016 സെപ്റ്റംബർ 5-ാം തീയതി ഒരു വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ, ഞാൻ ഖത്തറിൽ അന്ന് ജോലി ചെയ്യുമായിരുന്നു. എൻ്റെ വലത്തെ ചെവി കംപ്ലീറ്റ്ലി
ഒന്നും കേൾക്കത്തില്ലാത്തൊരു ഡഫായിപ്പോയി. അപ്പം ഞാൻ ഒരു ഹെഡ്ഫോൺ വെച്ച് ഫുൾ വോളിയം ഇട്ട് നോക്കി, ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഏതാണ്ട് അവിടെയുള്ള ഏറ്റവും വലിയ ENT ഷെവലിയാർ മോഹൻ തോമസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ഇതിന് റിക്കവറി പോസിബിളാണ്, എങ്കിലും മരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 4-5 മാസം കഴിഞ്ഞ് പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് ലേക്ക് ഷോറിൽ പോയി കാണിച്ചു. അവിടെയും ഡോക്ടർ പറഞ്ഞ സെയിമാണ്, റിക്കവറി ഈസ് നോട്ട് പോസിബിൾ, മരുന്ന് കഴിക്കുക. അങ്ങനെ ഒരു 5-6 മാസം കഴിച്ചു. പിന്നെ ഞാനത് നിർത്തി. കാരണം ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപകനാണ്. 15 വർഷമായിട്ട് +2 കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ വിശ്വാസം എനിക്കില്ലെങ്കിൽ പിന്നെ എന്താണ്? ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവിന് സമയമാകുമ്പോൾ എനിക്കത് സൗഖ്യം തരും. ഞാൻ നാട്ടിൽ വന്ന അന്ന് തന്നെ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞാണ് സാബു ബ്രദറിൻ്റെ അടുത്ത് ധ്യാനത്തിന് വരണം, സാബു ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുന്നു. പക്ഷേ കർത്താവ് ഒരുക്കി ഒരു സമയമുണ്ടെന്ന് എനിക്ക് ബോധ്യമായത് ഇപ്പോഴാണ്. കാരണം ആ സമയത്ത് ആരും നിർബന്ധിച്ചില്ല. ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നു. അങ്ങനെ ധ്യാനത്തിന് വന്നു. ഇന്നലെ രാത്രിയിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രദറിനോട് പറഞ്ഞു 2.5 വർഷമായി ചെവി ടഫായിട്ട്. നമുക്കറിയാം നമ്മുടെ കാതിൽ ഒരു തുള്ളി വെള്ളം വീണുണ്ടാകുന്ന അടവ് എത്രമാത്രം രൂക്ഷമാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഒരു കടൽ ഇരമ്പുന്ന ശബ്ദവുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. ഞാൻ ഒരു രോഗസൗഖ്യത്തിനായിട്ട് വന്നതല്ല, എങ്കിൽ ഞാൻ എൻ്റെ റെക്കോർഡ്സ് എല്ലാം കൊണ്ടുവരുമായിരുന്നു. ഞാൻ ഒരിക്കൽ വന്ന് എൻ്റെ ഓഡിയോഗ്രാം ചെയ്തത്, ഇപ്പോൾ ഒരു സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞു 65% ഹിയറിംഗ് ഉള്ളത്. എൻ്റേത് -5 താഴെയായിരുന്നു എൻ്റെ ഹിയറിങ്. എല്ലാ ഓഡിയോഗ്രാമും ചെയ്തതിൽ -5 താഴെയായിരുന്നു. അപ്പോൾ അത്രയും താഴ്ന്ന നിലയിൽ നിന്ന് കർത്താവ് എനിക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ചെവി കൊണ്ടാണ്, ഞാനൊരു കമ്പനിയിൽ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒത്തിരി മീറ്റിങ്ങുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പം സംസാരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണം. ഈ സൈഡിൽ കൂടെ എന്ത് പറഞ്ഞാലും എനിക്ക് കേൾക്കത്തില്ല. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യം പറയുമ്പോൾ നമ്മൾ കേൾക്കാറില്ല. എന്ന് പറഞ്ഞതുപോലെ ദൈവം വലിയൊരു അനുഗ്രഹമാണ് തന്നത്. ഇവിടെ നിന്ന് ദൈവത്തിന് സാക്ഷ്യത്തിൽ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവായ യേശുവേ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജെയിംസ്, ഗീത, 3 പേർ. കേൾക്കാം. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു